എല്ലാവരും നോക്കി നിൽക്കുക. പെട്ടെന്നായിരുന്നു എടുത്ത് പുഴയിലേക്ക് ചാടി നീന്തി കുത്തി ഒലിക്കുന്ന കലങ്ങി മറിഞ്ഞു ഒഴുകുന്ന പുഴയാണ്. പ്രേം സാറ് ഷോക്കായി പോയി. പ്രേം സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു. കണ്ടു നിൽക്കുന്നവരൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നാണ് എടുത്ത് ചാടുന്നത്. അതിന്റെ ഫൂട്ടേജ് കണ്ടാൽ അറിയാം, ശരിക്കും താഴേക്ക് മുങ്ങിപ്പോയിട്ടുണ്ട്. ഗ്രൂപ്പ് പോലും ഇല്ലാതെയാണ് ആ പുഴയിൽ ചാടി നീന്തിയൊക്കെ. നാട്ടുകാർ എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ഒരു സെക്കൻഡില് എന്നുവെച്ചാൽ അത്രയും ഡെഡിക്കേഷൻ ആണ് ഇത്. മലയാളികൾ വെയിറ്റ് മറ്റൊരു കാര്യമാണ് രണ്ടാമൂഴം എന്നൊരു സിനിമ. 12 വർഷമാണ് രണ്ടാമൂഴത്തിന് വേണ്ടി റിസർച്ച് ചെയ്തത്. 12 വർഷം. അതില് ഓരോ ഡീറ്റെയിലിംഗ്, വെപ്പൺസ് ആവട്ടെ, പാലസസ് ആവട്ടെ, ഇതിന്റെയൊക്കെ ഡീറ്റെയിലിംഗ് അത് കിട്ടുന്നത് ആ ഒരു റിസർച്ചിന്റെ ബലം കൊണ്ടാണ്. പ്രതീക്ഷിക്കാം എന്തായാലും. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള എനിക്ക് തോന്നുന്നു ഇത് പണ്ടേ അദ്ദേഹം ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ. മുമ്പേ ഒരു ഡിസ്കഷനൊക്കെ നടന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന് അതിന് പ്രത്യേകിച്ച് വലിയ മുന്നൊരുക്കങ്ങളൊന്നും ആവശ്യമുണ്ടായിന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനർത്ഥം വരം അറിയിച്ചു. ഇനി ഞാൻ രണ്ടെന്ന് തന്നെയാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ എന്തായാലും മലയാള സിനിമയിൽ ഒരുപാട് മഹാത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ 2024 പകുതിയിൽ ഇത് മറ്റൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ MT സാറിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു ആന്തോളജി മൂവി മനോരഥങ്ങൾ ഇപ്പൊ റിലീസിനെത്താൻ പോവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് MT സാറിന്റെ മോളും ഈ കഥയിലെ ഈ സിനിമയിലെ ഒരു കഥയുടെ സംവിധായകയായ അശ്വതി മാഡം ഉണ്ട്. നമസ്കാരം മാം. അതുപോലെ ഇതിന്റെ പ്രൊജക്ട് ഡിസൈനർ നമ്മുടെ സ്വന്തം സുധീരേട്ടൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്തായാലും അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ഒരുപാട് ഇപ്പൊ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്. നമ്മൾക്ക് എല്ലാ ഓഡിയൻസൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും August 15 ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഇങ്ങനൊരു ആശയം ഇപ്പൊ MT സാറിന്റെ ഉള്ളിൽ ഇപ്പൊ ഇങ്ങനൊരു സിനിമ, അതിന്റെ തിരക്കഥയിൽ ഒരു 9 ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് സിനിമ എന്നൊരു ആശയം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി കോവിഡിന്റെ തുടക്കം, ലോക്ക്ഡൗണിന്റെ ആദ്യത്തെ ഒരു 2 മാസം ഒരുപാട് സമയമുണ്ടായിരുന്ന ഒരു സമയത്താണ് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ സ്റ്റോറീസ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞ ഒരു സീരീസ് കാണുന്നത്. അപ്പോൾ ടാഗോറിന്റെ 26 കഥകൾ അവര് സീരീസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് തോന്നിയത് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ആലോചിച്ചുകൂടാ, അച്ഛൻ്റെ കഥകൾ വെച്ച്. അതായിരുന്നു അതിൻ്റെ ഒരു തുടക്കം, ഒരു സീഡ് അതായിരുന്നു. പിന്നെ അത് അച്ഛനോട് സംസാരിച്ചു. അച്ഛനത് ആ ഐഡിയ നല്ലതായി തോന്നി. അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം. ശരിക്കും പറഞ്ഞാൽ സുരേട്ട, ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോ ഇപ്പൊ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ എന്റെ ഒരു പ്രൊജക്ടിന് എല്ലാം അത് ഡിസൈൻ ചെയ്യാൻ എനിക്കൊരു വിശ്വസ്തനായ ഒരാൾ വേണം. അപ്പൊ അത്രയും വലിയൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊരാളെങ്ങനെ ഏൽപ്പിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ദൃഢമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് MT സാറുമായിട്ട്. ആ ഒരു ബന്ധം എങ്ങനെയാണ്? അല്ലെ, ഇത് പിന്നെ ഞാനൊരാളല്ല, അത് ഞങ്ങളുടെ ഒരു കമ്പനിയാണ് ചെയ്തത്. MT സാറ് ചെയർമാനായിട്ടുള്ള അശ്വതിയും ഞാനും ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ ഓരോ മേഖലയിലും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പ്രൊഡക്ഷനിലും, പ്രീ പ്രൊഡക്ഷനിലും, പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒക്കെ. അങ്ങനെ ഒരു ടീം വർക്കിലാണ് ഇത് ചെയ്തത്. പിന്നെ സാറുമായിട്ട് ചെറുപ്പകാലം മുതൽ തന്നെയുള്ള ഒരു ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട്. അതൊരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ, പഠിക്കുന്ന കാലം മുതൽ ഇന്ന് വരെ അങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കരുതലും ഒരു സ്നേഹമൊക്കെ സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിത് തന്നെ ചെയ്യുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു കൂട്ടായ്മയോടെ ഒരു ടീം വർക്കായിട്ട് ഒരു 4 വർഷത്തെ ഒരു ജേണിയാണിത്. 4 വർഷമാണ്. കോവിഡിൻ്റെ സമയത്താണിത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അശ്വതിക്ക് അങ്ങനെ ഒരു ആശയം വന്നു. അപ്പം അശ്വതി കഥകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് നമ്മളെ കമ്പനി തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതും, ആ സരിഗമയാണ് നമ്മൾ ഫണ്ടും അവരാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് നമ്മളെ ഏൽപ്പിക്കായിരുന്നു. ശരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു ടീം വർക്ക് ഇപ്പൊ നമ്മള് ഭയങ്കര ത്രില്ലായിരിക്കുമല്ലോ എല്ലാവരും കൂടി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടീമിനോടൊക്കെ ഈ കഥ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അത് പിന്നെ ഇപ്പം MT സാറിന്റെ ഒരു തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കാത്ത സംവിധായകർ ആരുമില്ല. 25 വർഷം 30 വർഷമൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ്. ജയരാജേട്ടനെ പോലുള്ള ആളുകളാണെങ്കിലും, പ്രിയൻ സാറ്, എല്ലാ ആളുകളും ഇതിൻ്റെ അകത്ത് ഓരോ സിനിമ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ ആർട്ടിസ്റ്റും
ഓരോ ആർട്ടിസ്റ്റും സാറിന്റെ ഒരു തിരക്കഥയിൽ ഒരു സീനോ അല്ലെങ്കിൽ ഒരു ഷോട്ടിലോ എങ്കിലും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതെ ടെക്നീഷ്യൻസിനും. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി കിട്ടി. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു സിനിമ ഇപ്പൊ പ്ലാൻ ചെയ്തപ്പോ 9 കഥകൾ തിരഞ്ഞെടുക്കണമല്ലോ. അപ്പൊ ഈ 9 കഥകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട് വരെ സെലക്ഷൻസ് ഒക്കെ പലതും വന്നിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഈ 9 സ്റ്റോറീസിലേക്ക് അവസാനം ഫൈനൽ എത്തിയത്? അതൊരു ലോങ് പ്രോസസ്സായിരുന്നു. ആദ്യം ഞാൻ ഈ ഐഡിയ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് കുറച്ച് കഥകൾ നീ സെലക്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാനൊരു 50 എണ്ണം ആദ്യം സെലക്ട് ചെയ്തു. പിന്നെ അതിന്ന് ഒരു 20 എണ്ണമായി. പിന്നെ നമുക്ക് ചില കഥകൾ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാഴ്ച, ഷെർലക്, അങ്ങനെയുള്ള ചില കഥകൾ എന്തായാലും ഇതിൽ വേണം. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചെറുകഥകളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡയറക്ടേഴ്സായിട്ടും കൂടി ഒരു കോൺവെർസേഷനിൽ ചില കഥകൾ, ഇപ്പോൾ ജയരാജേട്ടൻ ആദ്യമേ നമ്മളോട് ചോദിച്ചത് എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം എന്ന ആ കഥയോട് എനിക്ക് പ്രത്യേക മമതയുണ്ട്, അത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് ഡയറക്ടേഴ്സായിട്ടും കൂടി കൺസൾട്ടേഷനിലാണ്. സന്തോഷ് ശിവൻ സാറിന് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കഥ വേണം എന്ന് പറഞ്ഞിട്ട്, അപ്പം അങ്ങനെയാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭയം തേടി വീണ്ടും എന്ന കഥയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് അവസാനം ഈ ഒരു 9 കഥകൾ. ശരിക്കും അത് ഭയങ്കര ഒരു പ്രോസസ് അല്ലേ? അതെ, എത്ര ആളുകളുടെ സെലക്ഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ ഒന്നിനൊന്ന് വ്യത്യാസം വേണം എന്ന് നിർബന്ധമായിരുന്നു. അതെ, അതും വേണം. ഒന്നിനൊന്ന് ഒരു വിധത്തിലും കണക്റ്റഡ് ആവാത്ത, ഒരു വിധത്തിലും സിമിലാരിറ്റി ഇല്ലാത്ത കഥകളാണ്. 9 എണ്ണവും യുണീക്കാണ്. അപ്പോൾ ഒരു റൈറ്ററുടെ ഒരു ക്രോസ് സെക്ഷൻ നമ്മളൊരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സെലക്ഷനാണ് വേണ്ടത്. അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു. എല്ലാ സൈഡും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൂര്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റുകൾ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്തു നോക്കി അതിലെ ടെക്നീഷ്യന്മാർ എല്ലാവരും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ടീം ഇവരെല്ലാവരും ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? അല്ല, അത് എന്ന് വെച്ചാൽ നമ്മളൊരു ഇത് വർക്ക് ചെയ്ത ഒരു കൺവെൻഷണൽ രീതിയിലല്ല. നമ്മൾ ഇവിടുത്തെ സാധാരണ സിനിമ ചെയ്യുന്ന ഒരു രീതിയിലല്ല വർക്ക് ചെയ്തത്. അപ്പം അത് നമ്മൾ ഓരോ ആളുകളെയും ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ചെയ്തത്. ഒരു കൃത്യമായിട്ടൊരു പ്രീ വർക്ക് ഉണ്ടായിരുന്നു, പ്രീ പ്രൊഡക്ഷൻ ഹോം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നമ്മളിപ്പം സാർ ഇത് പോയിട്ട് അപ്രോച്ച് ചെയ്യുമ്പം പ്രത്യേകിച്ച് ഒരു ആന്തോളജി എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഡ്യൂറേഷൻ ഇതെന്താണ്, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ നേരത്തെ പോയി കണ്ടിട്ട് പിന്നെ എല്ലാവർക്കും വലിയ എക്സൈറ്റ്മെന്റ് ആണത്. കാരണം മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊജക്ട് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ. പിന്നെ MT സാറിന്റെ നവതി ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഈ പ്രൊജക്ട് എല്ലാവരും കൺസീവ് ചെയ്തത്. അപ്പം പിന്നെ അവർക്ക് ഓരോ ആളുകളും നമ്മൾ അപ്രോച്ച് ചെയ്ത ആളുകളും അവരിങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്യും കൃത്യമായിട്ട്. സത്യം പറഞ്ഞാൽ എല്ലാ ഡയറക്ടേഴ്സും, വളരെ കുറച്ച് ഡയറക്ടേഴ്സിന് സിനിമ കൊടുക്കാൻ പറ്റുള്ളൂ. ആഗ്രഹിച്ച ഇപ്പോഴും ആഗ്രഹിക്കുന്ന എത്രയോ ഡയറക്ടേഴ്സ് ഉണ്ട്, എത്രയോ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഭാഗമാവാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. കാരണം അതൊക്കെ ഡയറക്ടേഴ്സിന്റെ കാരണം കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായി തിരഞ്ഞെടുക്കുന്ന അവരുടെ ഒരു ഡിസ്ക്രിപ്ഷനാണല്ലോ. അപ്പം എന്നാലും എല്ലാ ഭാഗത്തും ഇൻഡസ്ട്രിയുടെ മൊത്തം മലയാള സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ മൊത്തം ഒരു സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ആർട്ടിസ്റ്റുകൾ എന്തായാലും ഇത് വലിയൊരു സംഭവമാകുമ്പോ ഇതൊരു ചരിത്രത്തിലേക്ക് ഇടം പിടിക്കാൻ പോകുന്ന ഒരു സിനിമ. ഞാനും കൂടി അതിൽ ഉണ്ടാവണം ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മൾ അതിലൊന്നും നമ്മൾ ഇടപെടും. കാരണം ഇതിന്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ അശ്വതിയാണ്. അപ്പം അത്തരം ക്രിയേറ്റീവ് കാര്യങ്ങൾ അശ്വതിയും ഇതിന്റെ ഡയറക്ടേഴ്സും MT സാറും ചേർന്നിട്ടാണ് തീരുമാനിച്ചത്. അപ്പം നമ്മളെ സംബന്ധിച്ചിപ്പം എൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്ഷനാണ്, അതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങൾ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഡയറക്ടേഴ്സും ക്രിയേറ്റീവ് പ്രൊഡ്യൂസറും പിന്നെ സരിഗമയും ഒക്കെ ചേർന്നിട്ടുള്ള. ഓക്കെ. ഈ ഇതിലിപ്പോ അശ്വതി മേഡത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ക്രിയേറ്റീവ് സൈഡും ഇപ്പോഴത്തെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു? ക്രിയേറ്റീവായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ
ഓരോ ഡയറക്ടേഴ്സിനും എല്ലാവരും സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അച്ഛനായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസ്കഷനിൽ അവർക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ അത് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ. പിന്നെ ചിലപ്പോൾ ഷൂട്ടിനിടയ്ക്ക് അവർക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ കടുകണ്ണാവയിൽ ഒരു റബ്ബർ മൂങ്ങയുണ്ട്. എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. അച്ഛന് അത് എത്ര പറഞ്ഞു കൊടുത്താലും ഈ ആർട്ട് ചെയ്യുന്ന ആള് പ്രശാന്ത് മാധവാണ് ആർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് എങ്ങനത്തെ മെറ്റീരിയൽ ആവണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവണം കാണാൻ എന്നുള്ളതൊക്കെ ഒരു വളരെ വേഗമായിട്ടുള്ള 1940s ഒരു പിക്ചറാണ് നമ്മൾ ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ റൈറ്റർ, ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡക്ഷൻ ടീം. സോ ഒരു ബ്രിഡ്ജിനെ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സിനിമയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു സിനിമയാണെങ്കിൽ ഇപ്പോൾ സുധീറായിട്ടെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടൈപ്പ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതൊരു ക്യാമ്പസ് മൂവി ആണെങ്കിൽ ക്യാമ്പസിലെ കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി വരിക. അപ്പൊ ഇതൊരു അത്യാവശ്യം ടൈം എടുത്തിട്ടില്ലേ? ഒരു കോവിഡിന്റെ സമയത്താണ് നമ്മൾ തുടങ്ങിയത്. എന്നിട്ട് പോലും നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ പ്രൊജക്ട് തീർത്തു. 1.5 വർഷക്കാലം കൊണ്ട് നമ്മൾ ഇതിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. കോവിഡിന്റെ സമയത്ത് അറിയാലോ, ഷൂട്ട് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ എന്നിട്ടും പക്ഷെ അങ്ങനെ തീർക്കാൻ സാധിച്ചത്, ഉദാഹരണത്തിന് ഇപ്പോൾ ലാൽ സാറിന്റെ ബറോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ബറോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാൽ സാറിന് ആ കോവിഡിന്റെ മുമ്പ് പെൻഡിങ് ആയ ധാരാളം സിനിമകളുണ്ട്, കമ്മിറ്റ് ചെയ്ത സിനിമകളുണ്ട്. പക്ഷെ ലാൽ സാർ ഫസ്റ്റ് ജോയിൻ ചെയ്തത് നമ്മുടെ ഫിലിമിലാണ്. അപ്പം അത് കാരണം കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അവര് ലാൽ സാറും പ്രിയൻ സാറ്, സന്തോഷ് ശിവൻ, സാബു സിറിൽ അവരെല്ലാവരും ചേർന്നുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പം ഇമ്മീഡിയറ്റ് അതിന് വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ മമ്മൂക്കയാണെങ്കിലും മമ്മൂക്ക പല സിനിമകൾക്കിടയിലും ഇതിന്റെ കാര്യങ്ങളാണ് അശ്വതിയോട് വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എവിടെ എത്തി, പ്രൊജക്റ്റ് എന്തൊക്കെയാണ് പ്രോഗ്രസ് എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ ശ്രീലങ്കയിലൊക്കെ പിന്നെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഒരു കലാപവും ആ സമയത്താണ് എന്നിട്ട് മമ്മൂക്കയുടെ താല്പര്യം എടുത്ത് ഇത് കാരണം ഡിലേ ആവണ്ട, നമ്മുടെ സിനിമ കൊണ്ട് ഇത് പ്രൊജക്ട് ഡിലേ വരണ്ടെന്ന് വെച്ചിട്ട് മമ്മൂക്ക ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് ആ സമയത്ത് അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ ഒരു സമയത്ത് തന്നെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. കൊറോണ വന്ന്, യുദ്ധം വന്ന്, ഇതിന്റെ ഇടയിലാണ് അല്ലേ ശരിക്കും ബുദ്ധിമുട്ടുകൾ. പല സ്ഥലങ്ങളിലും ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോയിട്ടുണ്ടാവും. കാനഡയിൽ അശ്വതി പോയ സമയത്ത് അവിടെ ഈ പ്രശ്നങ്ങൾ യാത്രയിലൊക്കെ ഉക്രൈൻ യുദ്ധത്തിന്റെ ടൈമിൽ യുക്രൈൻ വാർ ഡിക്ലെയർ ചെയ്തപ്പം കനേഡിയൻ എംബസി റെഫ്യൂജീസിനെ എടുക്കാൻ തുടങ്ങി. അപ്പൊ എന്തായാലും നമ്മുടെ മറ്റുള്ള വിസ പ്രോസസ്സിംഗ് ഡിലേ ആയി. ഫഹദാണെങ്കിൽ നമുക്ക് ഡേറ്റ് തരുന്നത് വിക്രമിന്റെയും പുഷ്പയുടെയും വർക്ക് നടക്കുന്നതിന്റെ ഇടയ്ക്കാണ്. അപ്പൊ പുള്ളിയുടെ ഡേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടി നമുക്ക് കിട്ടിയ ഡേറ്റാ. അതിനിടയ്ക്ക് ഈ വിസ പ്രോസസ്സ് ഡിലേ ആയപ്പം ഓൾമോസ്റ്റ് ആ സിനിമ നടക്കുമോ ഇല്ലയോ എന്ന് വരെ ഒരു വലിയ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ഒരുപാട് ബുദ്ധിമുട്ടി. അതിൻ്റെ ഒരു വിസയൊക്കെ പെട്ടെന്ന് പിന്നെയും ഗവൺമെന്റ് ലെവലിലൊക്കെ പോയി നമ്മൾ സഹായമൊക്കെ ചോദിച്ച്. പക്ഷെ എല്ലാവരും എന്താ പറയാ, എന്തോ ഒരു ദൈവാധീനത്തിന് എല്ലായിടത്തും നമുക്കൊരു സപ്പോർട്ട് കിട്ടും. പിന്നെ സന്തോഷ് സാറിന്റെ സിനിമ നമ്മൾ വയനാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ രാവിലെ തലേന്ന് രാത്രി ആയിരിക്കും അറിയുക പിറ്റേന്ന് രാവിലെ ഷൂട്ട് ചെയ്യേണ്ട സ്ഥലം കണ്ടെയ്ൻമെന്റ് ആണെന്ന്. അപ്പൊ ഈ സെറ്റൊക്കെ ഇട്ടത് എന്ത് ചെയ്യും? അപ്പൊ അത് മുഴുവൻ മാറ്റി വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഭയങ്കര കുറെ ക്രൈസിസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമുക്കൊരു എവിടെയും നമ്മൾ ബ്ലോക്കായി നിന്നില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതിങ്ങനെ തരണം ചെയ്ത് പോയി. ഇപ്പൊ കാനഡ എന്നാണെങ്കിലും ഗവൺമെന്റിന്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ നിന്നാണെങ്കിലും ഗവൺമെന്റിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇനി എന്തെന്ന് ചിന്തിച്ചേക്കുന്ന ഒരു സമയമായിരിക്കും. അത് ഇത്രയും പ്ലാനുകളല്ലേ നമ്മുടെ മാറുന്നത്. ഈ അതേപോലെ തന്നെ ഇപ്പം ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ വന്നത് അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ആൾക്ക് എപ്പോഴത്തേക്കും കൂടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ആ ടൈമിലാണ് ഒരു സിനിമയായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ നമ്മുടെ മമ്മൂക്കയായാലും ലാലേട്ടനായാലും എല്ലാവരും ഇത് നടത്തിയെടുക്കണം എന്നുള്ളൊരു എല്ലാവരുടെയും കൂടിയിട്ടൊരു ആവശ്യമായിരുന്നു അല്ലേ? എല്ലാവരും അതിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് തന്നിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റും എല്ലാവർക്കും ഈ കോവിഡിന്റെ ഫസ്റ്റ് പീക്ക് കഴിഞ്ഞ് സെക്കൻഡ് ഇതിൽ കുറച്ച് ഓപ്പണപ്പായി ഷൂട്ടുകളൊക്കെ തുടങ്ങിയ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു.
എല്ലാവർക്കും. പക്ഷെ എല്ലാവരും നമുക്ക് പ്രയോറിറ്റി തന്നു എന്നുള്ളതാണ്. ഈ ഗെറ്റപ്പുകളൊക്കെ കാരണം അറിയാലോ ഇപ്പോഴത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ വലിയ മറ്റു പ്രശ്നം. സിനിമയുടെ ഗെറ്റപ്പിന്റെ ഇടയിൽ നിന്ന് വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ. അശ്വതിയുടെ സിനിമയിൽ ആസിഫ് അഭിനയിച്ചത് അങ്ങനെ ഒരു കൊത്തിന്റെ സമയത്താണ് കൊത്ത് നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്കായിരുന്നു നമുക്ക് ഡേറ്റ്. അപ്പൊ കണ്ടിന്യൂറ്റി ലുക്ക് ഒക്കെ മുടിക്കും എല്ലാത്തിനും ആ പ്രശ്നമുണ്ടായിരുന്നല്ലേ. അപ്പൊ ആസിഫ് ആദ്യമായിട്ട് വിഗ് വെച്ചത് എന്റെ സിനിമയിലായിരുന്നു. പുള്ളിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ വിഗ് വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നിവൃത്തിയില്ല, മറ്റതിന് ലുക്ക് മാറാനും പറ്റില്ല, നമുക്ക് വേറൊന്നും ചെയ്യാനും രക്ഷയില്ല. അപ്പൊ അങ്ങനെ പക്ഷെ എല്ലാവരും സഹകരിച്ചു എന്നുള്ളതാണ്. സഹകരിച്ചല്ലേ. ഓക്കെ. ഇപ്പൊ എന്തായാലും ഈ ഓരോ ഷൂട്ട് കഴിയുമ്പോഴും എല്ലാവരും ഒരു ആശ്വാസവാക്ക് പറഞ്ഞിട്ടാണല്ലേ പോകുന്നത്. നടക്കോ ഇല്ലേന്ന് അറിയില്ല. കാരണം അങ്ങനത്തെ ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെയാണെങ്കിലും. എനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ട് തന്നെ ഒരു സിനിമ ഇതായിരിക്കുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു കാര്യം മാത്രമല്ല, ചിലപ്പോ പറയാം നമ്മൾ മഴ കാരണം മാറ്റി വെച്ചു ഷൂട്ട്. അല്ല ലാൽ സാറിന്റെ ഈ പടം തന്നെ ഓളവും തീരവും നമ്മൾ ലൊക്കേഷൻ കാണാൻ പോയ സമയത്ത് ഒരു തൊടുപുഴ തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ ഈ നമ്മള് പ്രിയൻ സാർ ലൊക്കേഷൻ കാണുന്ന സമയത്ത് ഒരു തെളിഞ്ഞ പുഴയാണ്, അത് നമുക്ക് അതിന്റെ അടിയൊക്കെ കാണാം. പക്ഷെ നമ്മൾ ഷൂട്ടിംഗ് സമയമായപ്പോഴേക്ക് നല്ല തുടർച്ചയായിട്ട് മഴ പെയ്തിട്ട് കുത്തി ഒലിക്കുന്ന കലങ്ങി മറിഞ്ഞു ഒഴുകുന്ന പുഴയാണ്. പക്ഷെ ആ പുഴയിൽ സാറിൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അതിനോട് ആ കഥാപാത്രത്തിനോടുള്ള ഒരു ഡ്യൂപ്പ് പോലും ഇല്ലാതെയാണ് ആ പുഴയിൽ ചാടി നീന്തിയൊക്കെ. അവിടുത്തെ നാട്ടുകാർ വരെ അത്രയും ഇറങ്ങാൻ പറ്റില്ല. അത് ഡ്യൂപ്പിനൊക്കെ റെഡിയാക്കിയത്. പക്ഷെ സാറ് എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ഒരു സെക്കൻഡില് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അപ്പം സന്തോഷേട്ടനുമായിട്ട് നമ്മൾ ലാൽ സാർ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് 3-4 ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രിയൻ സാറിന് അറിയില്ല ലാൽ സാർ അങ്ങനെ എടുത്തു ചാടുന്നത്. കാരണം ഡ്യൂപ്പിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല പ്രിയൻ സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സാറ് വളരെ ഷൂട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് അടുത്ത മഴയൊന്ന് കുറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുക, അല്ലെ പുഴയൊന്ന് ശാന്തമായിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് നിൽക്കുക. പക്ഷെ ഇവര് സന്തോഷേട്ടനും ലാൽ സാറും കൂടി ഇത് പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും നോക്കി നിൽക്കുക. പെട്ടെന്നായിരുന്നു എടുത്ത് പുഴയിലേക്ക് ചാടി നീന്തി. പക്ഷെ ആളുകളുണ്ട്, എന്തെങ്കിലും വന്ന് നമ്മൾ ആളുകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എങ്കിലും അത് ചെയ്യാൻ, കാരണം ഈ കലങ്ങിയ പുഴയിൽ അടിയിൽ എന്താണെന്ന് അറിയില്ല, ഈ പാറയുണ്ട്, വലിയ കമ്പുകൾ ഉണ്ടാവും. അപ്പൊ അത്രയും അത് എന്ന് വെച്ചാൽ അത്രയും ഡെഡിക്കേഷനാണ് ഇത്. ഇപ്പം സാറിന്റെ ഒരു സ്ക്രിപ്റ്റും ആ കഥാപാത്രത്തിനോടുള്ള ഒരു അതെല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ചെറുതും വലുതും എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെയായിരുന്നു ഇതിനോടുള്ള ഒരു സമീപനം. ഇത് ചാടിക്കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ പ്രിയൻ സാർ എന്താ പറഞ്ഞത്? അല്ല പ്രിയൻ സാർ ഷോക്കായി പോയി. കാരണം എല്ലാരും കണ്ടു നിൽക്കുന്നവരും ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നാണ് എടുത്ത് ചാടുന്നത്. ചാടി നല്ല ഒഴുക്കുള്ള പുഴയോ ചാടി നീന്തി ശരിക്കും അതിന്റെ ഫൂട്ടേജ് കണ്ടാൽ അറിയാം, ശരിക്കും താഴേക്ക് മുങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് പിടിച്ച് കയറി വന്നിട്ട് ഡൈവേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു ലോക്കലായിട്ട്. പിന്നെ എല്ലാ ക്രൈസിസ് മാനേജ്മെന്റിന് വേണ്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഒരാള് വളരെ അപകടം പിടിച്ച പുഴയാ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നല്ല സ്പീഡിലാണ് പുഴ ഒഴുകുന്നത്. നല്ല ആഴമുണ്ട്. പിന്നെ എല്ലാവരും സ്റ്റക്കായി. എല്ലാരും പുഴയിലേക്ക് എടുത്ത് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എല്ലാരും ചാടാൻ തുടങ്ങി. എന്തെങ്കിലും ശരിക്കും ഇപ്പൊ ഇങ്ങനെ ഇത്രയും കഥകളുണ്ട്, ഈ സ്റ്റോറീസിലേക്കുള്ള ക്യാരക്ടറുകളെ ഓരോരുത്തരെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയൊരു പ്രോസസ് തന്നെയല്ലേ. ഇന്നത് അവൻ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇത്. അപ്പൊ അച്ഛന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, സെലക്ഷൻ ഉണ്ടായിരുന്നു? നമ്മള് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിന് വിട്ടുകൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മിക്കവാറും അങ്ങനെ ഒരു അതിലൊന്നും അച്ഛൻ അങ്ങനെ ഒരു ഇടപെടല് നടത്തിയിട്ടില്ല. ചിലര് വന്ന് അച്ഛനോട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ മിക്കവാറും അതൊക്കെ അവരവരുടെ സ്പേസ് ആണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും അങ്ങനെ. പിന്നെ കടുകണ്ണാവ ചെയ്യാൻ തീരുമാനിച്ചപ്പോ പിന്നെ അത് മമ്മൂക്ക തന്നെ ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് കുറച്ചൊരു ആത്മകഥാംശം ഉള്ള കഥയാണ് അച്ഛൻ്റെ. നിന്റെ ഓർമ്മയ്ക്കും കടുകണ്ണാവ് ഒരു യാത്രക്കുറിപ്പും കൂടെ ചേർന്നിട്ടാണ് അതിന്റെ സ്ക്രീൻ പ്ലേ റെഡിയാക്കിയിട്ടുള്ളത്. അത് പണ്ട് മമ്മൂക്ക ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി അത് അദ്ദേഹം തന്നെ ചെയ്യണം എന്നുള്ള അച്ഛന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ സ്റ്റോറീസ് ഇത്രയും വരുമ്പോ വിൽപ്പന മാഡം ഡയറക്ട് ചെയ്തേക്കുന്ന മൂവി എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? എങ്ങനെയാണ്?
അത് ഞാൻ അങ്ങ് ചെയ്യാം എന്ന് തീരുമാനത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? അല്ലല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഞാനല്ല തീരുമാനിച്ചത്. ഐ വുഡ് സേ ദ സ്റ്റോറി ഫൗണ്ട് മീ. അല്ലാതെ ഞാൻ അത് വേറെ ഒരു ഡയറക്ടർ ചെയ്യേണ്ട കഥയായിരുന്നു. പക്ഷെ ചില സാഹചര്യം കൊണ്ട് അത് നടന്നില്ല. അപ്പൊ നമുക്ക് എന്നാ ശരി, ആ സ്റ്റോറി വേണ്ട, വേറെ എന്തെങ്കിലും ആലോചിക്കാം എന്ന് പറഞ്ഞ് സരിഗമയുടെ ആൾക്കാരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു സ്റ്റോറി നമുക്ക് അതിന് പകരം ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി. അത് ഭയങ്കര ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് അതിലത്തെ ഫീമെയിൽ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് അത് വളരെ ന്യൂആൻസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരും ഒക്കെ കൂടി പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പം നിങ്ങൾ നെറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കത് നല്ലോണം അതിൻ്റെ കാര്യങ്ങൾ നല്ലോണം മനസ്സിലുണ്ട് എന്നുള്ളത് ആ കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും അറിയില്ല. എൻ്റെ മേഖല നൃത്തമാണ്, ഞാൻ ഡാൻസറാണ്. ഡാൻസ് പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വിദേശത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അല്ല, നിങ്ങൾ നല്ല ടീമിനെ നമ്മൾ സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾ ചെയ്യൂ എന്നുള്ളൊരു ധൈര്യം ഇവരൊക്കെയാണ് ധൈര്യം തന്നത്. പിന്നെ സന്തോഷേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മെൻറ്ററെ പോലെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ നിനക്ക് പറ്റും, അതിന് ചില റെഫറൻസസ് ഒക്കെ എടുത്ത് തന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണ്, എന്നിട്ട് ഇതുപോലെ മനസ്സിൽ ആലോചിക്കുക, ഈ കഥ എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നുള്ളതൊക്കെ ആലോചിക്കുക എന്ന് പറഞ്ഞ് സന്തോഷേട്ടൻ തന്നെ നല്ലൊരു ടീമിനെയൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഡിസൈപ്പിളായിരുന്ന ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ക്യാമറാമാനായ ദിവാകർ മണി, ദിവാകറിനെ ക്യാമറ ചെയ്യാൻ ഏൽപ്പിച്ചു. അപ്പം അങ്ങനെ ഹിസ് ഓൺ ലൈറ്റ് ടീം. അപ്പം അങ്ങനെ കുറേ അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഡയറക്ഷനിലേക്ക് വന്നത്. ഈ ഡയറക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് അഭിപ്രായം? ഇനി ഒരെണ്ണം കൂടി ചെയ്യണമെന്നുണ്ടോ? ഐ എൻജോയ്ഡ് ദ പ്രോസസ്. ഞാൻ പിന്നെ ഇത് ടീം വർക്കാണ് കംപ്ലീറ്റ്ലി. ഞാനൊരാളുടെ മാത്രമല്ല, അത് ടീം വർക്കാണ്. അപ്പം അത് പക്ഷെ ആ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഈ എഴുതപ്പെട്ട അക്ഷരം, വാക്കുകൾ, ഇതൊക്കെ നമ്മളൊരു സ്ക്രീനിൽ കാണുമ്പോഴുള്ള അതിൻ്റെ എന്താ പറയുക, ഒരു ത്രിൽ, അത് ശരിക്കും ഒരു ഭയങ്കര ഒരു സംഭവമാണ്. അത് കഴിയുമ്പോഴാണ് ഇത് കാണുമ്പോഴാണ് യു എക്സ്പീരിയൻസ് ദാറ്റ്, അത് നമ്മൾ വിചാരിച്ചത് വന്നു എന്നുള്ളത്. ഒരു ആശ്വാസം നമുക്ക് ഇപ്പോ ഒരു പുതുമുഖ സംവിധാനത്തിലേക്ക് വരുന്ന കുറച്ച് പെൺകുട്ടികൾ, അവർക്ക് കൊടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞിരിക്കുകയാണല്ലോ, ഒരു ഉപദേശത്താണ് ഒരു പെൺകുട്ടി ഇനിയൊരു സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു മുൻകരുതൽ എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യണം എന്നായി ഒരു അവസ്ഥയായപ്പോൾ പിന്നെ ഞാൻ 24 മണിക്കൂർ ഞാൻ ഈ സ്ക്രിപ്റ്റായിട്ട് നിൽക്കുമായിരുന്നു. വെച്ചാൽ ഞാൻ വായിച്ച് കഥയും വായിക്കും, സ്ക്രീൻ പ്ലേയും വായിക്കും. അങ്ങനെ അതിൻ്റെ എന്താ പറയുക, ഓരോ ക്യാരക്ടറിനും അവരുടെ ബിഹേവിയർ എന്തായിരിക്കണം, അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ആർക്ക് എന്തായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള ഷൂട്ടിന് പോകുമ്പോൾ. ആ ഒരു പ്രിപ്പറേഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ആസ് എ ഡാൻസർ എനിക്ക് ഉള്ളൊരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്രഷൻസ് എത്ര വേണം എത്ര വേണ്ട എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതായത് ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന സ്റ്റേജ് ആക്ടിങ് പോലെയല്ലല്ലോ, ബിഹേവ് ചെയ്യേ വേണ്ടു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിൽ കൃത്യമായിട്ടൊരു പിക്ചർ ഉണ്ടാക്കിയിട്ട് വേണം അപ്രോച്ച് ചെയ്യാൻ. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, എന്തായാലും അടിപൊളി. അതേപോലെ തന്നെ വേറൊരു എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്, യഷിനെ വെച്ചിട്ട് പരസ്യങ്ങൾ ചെയ്തേക്കുന്ന ഒരാള്, ബ്രേക്കിംഗ് ന്യൂസിലായി മൂവി ചെയ്തേക്കുന്ന ഒരാള്. എന്തുകൊണ്ട് ഇതിലൊരു സിനിമ ഞാൻ ചെയ്തോളാവുന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ല? ഒന്ന്, എത്രയോ പ്രഗത്ഭരായ ആൾക്കാർ MT സാറിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എല്ലാവർക്കും കൊടുക്കാൻ തന്നെ 9 സിനിമയേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആളുകൾ സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിരന്തരമായിട്ട് അശ്വതിയും സാറിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒരു അതിമോഹമാണ് ഞാനത്. പക്ഷെ ഒരു ആഗ്രഹം മനസ്സിലും. പക്ഷെ ഈ പ്രോജക്റ്റ് ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ തന്നെ ചെയ്യുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇത് ഒരു ടൈം ലൈനിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക, അതിൻ്റെതായ ക്വാളിറ്റിയിൽ, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ചെയ്യുക, ആ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പ്രോപ്പറായിട്ട്
ഇപ്പം MT സാറിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് MT സാർ അങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. ശരി. അപ്പം സാറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളിലും പോകുന്നത്. ഞാനാണെങ്കിലും അശ്വതി, ഞങ്ങളെ കമ്പനിയാണ് ഓക്കെ. അപ്പം അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അത് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. നമുക്കൊരു ഔട്ട്സൈഡ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെയോ അല്ലെങ്കിൽ വേറൊരാളെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ട്രിബ്യൂട്ട് പോലെ, എല്ലാവരും സാറിനൊരു ട്രിബ്യൂട്ട് പോലെ അങ്ങനെ സഹകരിക്കുന്ന പ്രൊജക്റ്റാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഗൗരവം നന്നായിട്ട് എനിക്ക് അറിയാം. അത് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുക, അത് തന്നെയാണ് അത് ചെയ്യുക എന്നുള്ളതാണ് സാറിന് ഞാൻ എൻ്റെതായ എൻ്റെ ഒരു ദക്ഷിണ എന്ന് പറയുന്ന രീതിയിലാണ് ഞാനത് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ സത്യം, വേണമെങ്കിൽ നമുക്കും ഒരു പടം അതിൽ ചെയ്യായിരുന്നു. പക്ഷേ നമ്മള് അതല്ല അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചെയ്യാന്ന് പറയുന്നത് സാറ് ഈ പറഞ്ഞ പോലെ സാറ് ആലോചിക്കണം, നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാർ ഒരാളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണല്ലോ ഒരു സ്ക്രിപ്റ്റ്. ഇത്രയും കാലം സാറിന്റെ സിനിമകളൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, എല്ലാ സിനിമകളും. അപ്പം ഇതായിരുന്നു നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അത് ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോ മറ്റൊരു കാര്യം, ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ആൻസർ, കുറെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന, മലയാളികൾ വെയിറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് രണ്ടാം മൂഴം എന്നൊരു സിനിമ. അത് എങ്ങനെയായിരിക്കും ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പ് എപ്പോഴായിരിക്കും ഞങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ടത്? പ്രതീക്ഷിക്കാം, എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഇപ്പോഴത്തെ പ്രോസസ്? എന്താണ് അച്ഛന്റെ ഉള്ളിലും അത് സിനിമയായി കാണണമെന്ന് അതിയായ മോഹമുണ്ട്. ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഒരു റിലീസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലേക്കൊന്ന് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. വളരെ ഒരുപാട് വൈകാതെ തന്നെ ഒരു അനൗൺസ്മെന്റിലേക്കൊക്കെ പോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്നു അത് പുസ്തകം വായിച്ചിട്ടുള്ള ഓരോ മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴും ടോപ്പ് 10 അവൈറ്റഡ് മൂവീസ് എടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ രണ്ടാമത്തെ സ്ഥാനത്ത് ഇപ്പോഴും രണ്ടാമൂഴം നിൽപ്പുണ്ട്. സോ അങ്ങനെ ഒരു ചിലപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്തത് ഞാൻ ഒരിക്കലും ഇത് ഇത്ര വലിയ ഈ ആന്തോളജി ഇത്ര വലിയൊരു പ്രോജക്റ്റ് ആവുന്നതെന്ന് ഞാൻ തുടങ്ങുമ്പോൾ ഇത് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ അതിൻ്റെ എക്സിക്യൂഷൻ സൈഡും ഒക്കെ നമുക്ക് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയത് ഇതൊരു പഠനമാണ്. ഫോർ സംതിങ് ബിഗർ, ഫോർ സംതിങ് ഗ്രേറ്റർ. അപ്പം അങ്ങനെ ഒരു ചിലപ്പോൾ അതായിരിക്കണം വാട്ട് ഫേറ്റ് ഹാസ് ഇൻ സ്റ്റോർ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള ഒരു തയ്യാറെടുപ്പായിരിക്കണം ചിലപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് എന്ന് ഈശ്വര നിശ്ചയമായിരിക്കണം. അപ്പം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ്റെ ഒരു ആഗ്രഹമാണത്, അതെനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് മുമ്പോട്ട് പോട്ടെ. നല്ലൊരു എന്താ പറയാ, ഈ ഇന്റർവ്യൂ കൂടി തന്നെ ഞങ്ങൾക്ക് ആദ്യം അറിയിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങളും അവിടെ ആഗ്രഹിക്കും. ഇനി ഒരു കാര്യം കൂടി മനസ്സിലോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ MT സാർ മലയാളത്തില് നമുക്ക് അഭിമാനത്തോടെ മലയാള സിനിമ, അത് ഞങ്ങളുടെ മലയാള സിനിമ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരുപാട് കഥകൾ സമ്മാനിച്ചാണ്. അപ്പോ ഇനി ഇതിന്റെ അടുത്തൊരു തലമുറ എന്ന് പറയുന്നത് മാഡത്തിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമോ? അതാണ് ഇത് തന്നെയാണോ ഇനി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോകുന്നത്? അങ്ങനെ പറഞ്ഞൂടാ, പക്ഷെ ഈ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനർത്ഥം വരവ് അറിയിച്ചു, ഇനി ഞാൻ രണ്ടെന്ന് തന്നെയാണ്. നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയാൽ ചെയ്യും ഉറപ്പായിട്ടും. ഇപ്പൊ എന്തായാലും ഇനിയൊരു സിനിമ എന്ന് പറയുന്നത് ഇത്രയും അനുഭവിക്കേണ്ടി പറ്റില്ല. എന്തായാലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ നിങ്ങൾ തരണം ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി വരുന്ന വർക്കുകളെല്ലാം ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും എനിക്ക് വളരെ സന്തോഷം. കാരണം ഒരു സിനിമയുടെ ഇപ്പൊ അതിന്റെ ഭാഗമായ രണ്ടാളുകൾ ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്നു. ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിനകത്തുള്ള നിങ്ങൾ എടുത്തേക്കുന്ന എഫേർട്ടുകൾ എന്താണ്, എന്തൊക്കെ കഷ്ടപ്പാട്. കാരണം സിനിമ കാണുന്നൊരു ഓഡിയൻസിന് ഇതിന്റെ ബാക്കിൽ എന്തൊക്കെ നടത്തുമെന്ന് അറിയില്ല. അപ്പൊ അത് കൂടുതലും റിവീൽ ചെയ്യുന്നത് നമ്മൾ ഇതേപോലത്തെ ഇന്റർവ്യൂസിൽ കൂടെയൊക്കെയാണ്. അപ്പൊ ആളുകൾക്ക് എത്തട്ടെ, ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്, കുറെ ചോദ്യങ്ങൾ കുറയിലുണ്ടാവുമല്ലോ, എത്തട്ടെ ഇതൊക്കെ. ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കാം. ഇപ്പൊ ഇതിന്റെ ഓരോ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ലാലേട്ടൻ റിസ്ക് എടുത്ത കഥകളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മമ്മൂക്കയുടെ ക്യാരക്ടറും അത്യാവശ്യം ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുവന്നേക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള മമ്മൂക്കന്റെ ആ ഒരുക്കങ്ങൾ? മമ്മൂക്ക അച്ഛൻ്റെ കഥകളൊക്കെ നല്ലോണം വായിച്ചെല്ലാം
ഒരുമാതിരി അറിയുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പണ്ടേ അദ്ദേഹം ആഗ്രഹിച്ച ഒരു ക്യാരക്ടറാണ്. ഇത് ചെയ്യാൻ മുമ്പേ ഒരു ഡിസ്കഷനൊക്കെ നടന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന് അതിന് പ്രത്യേകിച്ച് വലിയ മുന്നൊരുക്കങ്ങളൊന്നും ആവശ്യമുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ആബ്സല്യൂട്ട്ലി. അത് ശരിക്കും നേരിട്ടൊന്നും നമുക്കൊന്നും കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കൊരു പ്രത്യേക ക്യാരക്ടറിലേക്ക് മാറിയിട്ട് അത് മൂവി കഴിയുന്നവരെ അത് പിടിച്ചിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഭയങ്കര രസം എന്ന് പറയാം. എന്തായാലും അങ്ങനത്തെയൊക്കെ കുറെ തരണം ചെയ്തു. അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരു സിനിമയിൽ കൂടി ഉണ്ടായി. എന്തായാലും ഇനിയിപ്പോ ഫ്യൂച്ചർ ഫിലിം അടുത്ത നമ്മുടെ ഈ പ്രൊഡക്ഷന്റെ അടുത്തൊരു സിനിമ എന്നൊരു പ്ലാൻ വേറെ വന്നിട്ടുണ്ടോ? ഒരുപാട് പേര് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പം നല്ല കണ്ടന്റ് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഇങ്ങനെ ഒരു കമ്പനി ആയ സ്ഥിതിക്ക് നമുക്കത് നല്ലൊരു ടീമുണ്ട്. സോ അവരെയും വെച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഒരു ഒറ്റ കാര്യം കൂടി, ഇപ്പൊ ഒരുപാട് പേര് ഈ സിനിമ എൻ്റെ ഒരു കഥ ഒരു സിനിമയാക്കണം, എനിക്ക് ഇതുപോലെ ഒരു നല്ലൊരു ടീമിന്റെ കൂടെ പോയി പെടണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചടക്കുന്ന ഒരുപാട് സിനിമാ പ്രേമികളും കഴിവുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് നമുക്ക് പിന്നെ നമ്മളിപ്പം ഈ സിനിമയെ തന്നെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം പല ഷൂട്ട് നടക്കുമ്പോഴേ അറിയാമല്ലോ, നമ്മളെല്ലാവരും അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയിൽ നല്ല കോണ്ടന്റ് വരിക. പിന്നെ ഒരുപാട് ടാലന്റ് ഉള്ള ആളുകളുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കമ്പനി തന്നെ ഉദ്ദേശിച്ചപ്പം ഇപ്പം സാറും അങ്ങനെയാണല്ലോ, ഏത് കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് അപ്പം അശ്വതിയും തുടരുന്നത്. അപ്പം അടുത്ത തലമുറയ്ക്കും നല്ല കോണ്ടന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ടാലന്റ് ഉള്ള ആളുകളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസിന് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. ആത്മാർത്ഥമായി വിചാരിക്കുന്നവർക്ക്, എനിക്കത് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്കുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത്. എന്തായാലും ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി, അച്ഛന്റെ ഒരു ബെസ്റ്റ് മൂവി എന്ന് പറയുന്ന എല്ലാം ഒന്നിനൊന്നും വെച്ചോണ്ട് എനിക്കറിയാം ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം, എന്നാലും നമ്മുടെ ഒരു ഫേവറേറ്റ് മൂവി ഏതാണ്? ഒരെണ്ണം പറയാ വലിയ ബുദ്ധിമുട്ടാണ് അറിയാം, എന്നാലും നമുക്ക് ഒരെണ്ണം എടുത്ത് ഏറ്റവും ബെസ്റ്റുകളിൽ ഒന്ന് ഏതാണ്? രണ്ടെണ്ണം പറയും. എനിക്ക് എൻ്റെ ഫേവറേറ്റ്സ് എന്ന് പറയണത് താഴ്വാരം, പിന്നെ ഒരു വടക്കൻ വീരഗാഥ. ഇത് രണ്ടും എനിക്ക് ഭയങ്കര, രണ്ടും രണ്ട് ഡിഫറെന്റ് ഇതാണ്. പക്ഷെ എനിക്ക് വളരെ എൻ്റെ ഫേവറേറ്റ്സിൽ എപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നതാണ്. എനിക്ക് ഇപ്പോ അച്ഛൻ്റെ ഇത് പറയണെങ്കിൽ സൂര്യേട്ടാ, നമ്മള് ഏത് ജനറേഷനും ഹീറോയിസം ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ആ ഉയരങ്ങളില് തളികയില്, നമ്മുടെ ഇതിനകത്ത് പഴശ്ശിരാജയില് ആ പഴശ്ശിരാജയില് ആ തളിക കൊണ്ടിരില്ല, ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ആ തളിക കൊണ്ടിരിക്കുന്നതും അത് ഒരാളും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കേണ്ട, കാരണം ഏത് ജനറേഷനും കറക്റ്റ് ആയിട്ട് കണക്ട്, എപ്പോഴും ആര് കണ്ടാലും അത് എന്തൊരു ഹീറോയിസം അല്ലേ. ഏറ്റവും പുതിയ ഇപ്പൊ ഈ വില്ലനിസം ഭയങ്കര ഹീറോയിസ് ആയിട്ട് ആഘോഷിക്കുന്ന ഒരു സമയമല്ലേ. അതെ, സാറിന്റെ ഉയരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ, അപ്പം അതൊക്കെ ഏത് കാലഘട്ടത്തിൽ ചെയ്തതാണ്, ഇപ്പോഴാണ് എത്തിയത്. ഓരോ സിനിമ എടുത്തു നോക്കിയാൽ അങ്ങനെയായിരിക്കും. കാരണം നായകനാണ് നമ്മുടെ എല്ലാം സ്ഥലത്തുനിന്ന് മാറി തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണല്ലോ ഉയരങ്ങളില്. ഇങ്ങനത്തെ കഥകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ന്യൂജൻ നിങ്ങളാണല്ലോ, അച്ഛന്റെ ഏറ്റവും തൊട്ടടുത്തുള്ള നിങ്ങളോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഇല്ല, എഴുത്ത് എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ അങ്ങനെ ഡിസ്കഷൻ. സിനിമകളെല്ലാം സിനിമകളും ബുക്സും ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. പുതിയ സിനിമകൾ അച്ഛൻ വളരെ അപ് ടു ഡേറ്റ് ആണ്. ഇറങ്ങുന്ന സിനിമകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ആള് അപ് ടു ഡേറ്റ് ആണ്. ഈസ് വെരി ഒബ്സർവന്റ്. പിന്നെ അവനോനൊരു സംഗതി എഴുതുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ റിസർച്ച്, ഏറ്റവും 12 വർഷമാണ് രണ്ടാമൂഴത്തിന് വേണ്ടി റിസർച്ച് ചെയ്തത്. 12 വർഷം. അപ്പം അത്രയും അതിൽ ഓരോ ഡീറ്റെയിലിംഗ്, ഇപ്പോൾ വെപ്പൺസ് ആവട്ടെ, പാലസസ് ആവട്ടെ, പ്രകൃതി ആവട്ടെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് അത് കിട്ടുന്നത് ആ ഒരു റിസർച്ചിൻ്റെ ബലം കൊണ്ടാണ്. അപ്പം അങ്ങനെ ആ വിധത്തിലൊക്കെ അച്ഛൻ്റെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
മേക്കപ്പാണ് എല്ലാം കൊണ്ടും ശരിക്കും അതെ. 12 വർഷം കൊണ്ട് റിസർച്ച് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് ഇനി ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അതും ഉടനെ സംഭവിക്കട്ടെ. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. എന്തായാലും ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടി. കാരണം ഇതെന്താണ് ഈ സിനിമ എന്നുള്ളതല്ല, ഇതിന്റെ പുറകിൽ എന്തൊക്കെയാ നടന്നു എന്ന് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതൊക്കെ തരണം ചെയ്ത് നമ്മള് ചവിട്ടി കയറുന്ന മുള്ളുകളൊക്കെ ചവിട്ടി കയറി മുകളിലെത്തി ഒരു ആകാശം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഈ സിനിമ റിലീസ് ചെയ്യുമ്പോ. അപ്പൊ 15-ാം തീയതി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും അത് ഏറ്റെടുക്കും. 5 ഭാഷയിലാണ് 5 ഭാഷയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാം അനുഗ്രഹമായി ഉണ്ടാവും. താങ്ക് യു താങ്ക് യു സോ മച്ച്.